ഹായ് ഫ്രണ്ട്സ്, മണത്തി ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സാധാരണ കോമ്പോസ് ചെയ്യുമ്പോഴേ ഒത്തിരി പെരടയിൽ അതായത് കോമ്പോ മിക്സ് ആയിട്ട് വരുന്ന കാരണം പല പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് സെയിം പ്ലാന്റ്സ് റിപ്പീറ്റ് ചെയ്ത് വേണം താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കില്ല. ഒത്തിരി പേര് സിംഗിൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കോമ്പോ അല്ലാണ്ട് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ സൈസും റേറ്റും കാട്ടിത്തരാം. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതേ പ്ലാന്റ്സ് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഏതൊക്കെയാണെന്നുള്ളത് കാട്ടിത്തരാം. നമ്മളിവിടെ നിന്ന് കൊറിയർ അയക്കുന്നത് DDDC സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ വഴിയാണ്. അപ്പോൾ ഓർഡർ തരുന്നവർ നിങ്ങളുടെ അടുത്ത് നിയറസ്റ്റ് വരുന്നത് ഏതാണോ അത് ചൂസ് ചെയ്യായിരിക്കും നല്ലത്. പല സർവീസ് സെൻ്ററുകാർ നമുക്ക് ഹോം ഡെലിവറി പോസിബിൾ അല്ല. ഇന്ത്യ പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്കത് ഇൻസൈഡ് കേരള ചിലപ്പോൾ 2-3 ദിവസം പിടിക്കും. അതർവൈസ് DDDCക്ക് ആണെങ്കിൽ ഒരു ദിവസം കൂടെ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി കേസ് ചെക്ക് ചെയ്തിട്ട് മാത്രം നമുക്ക് ഓർഡർ തരാം. കാരണം ഒത്തിരി പേര് വീട്ടമ്മമാരാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ചെന്ന് കളക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പലരും നമ്മോട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിരിക്കുന്നത് റൈസ് നേരമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സാണ് റൈസ് നേരോടെ ഉള്ളത്. പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 ആണ്, 180 രൂപ. നിങ്ങൾക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 10 വരെ നമുക്ക് ഒറ്റൊരു കൊറിയറിൽ അയക്കാൻ സാധിക്കും. നമ്മൾ പ്ലാന്റ്സിൻ്റെ എങ്ങനെയാണ് റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പ്ലാന്റ്സ് എടുത്തിട്ട്, കാരണം ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഇതിലാണ് വരുന്നത്. സോ നമുക്കത് വിത്ത് പോട്ടടക്കം അയക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ 3cm പോട്ട് സ്ക്വയർ പോട്ടാണ് നമ്മൾ വിത്ത് പോട്ടടക്കം അയക്കുന്നത്. അല്ലാത്തൊക്കെ നമ്മൾ പ്ലാന്റ് മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ സോയിലും കൊക്കോപീറ്റ് അതുപോലെ നനച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് യാതൊരു ഡാമേജും കൂടാണ്ട് തന്നെ 1 വീക്കൊക്കെ വരെ നമുക്കത് സേഫായിട്ട് ഇരുന്നോളും. നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ പ്ലാന്റ് ചെയ്യുക. പിന്നെ അധികം ഫെർട്ടിലൈസറൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. ഇതാണ് ഫസ്റ്റത്തെ വെറൈറ്റി വരുന്നത്, റൈസ് നേരം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ റെഡ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. ഹൈറ്റുള്ള പ്ലാന്റ് അല്ല, പക്ഷേ ഒത്തിരി ലീഫൊക്കെ ആയിട്ട് കണ്ട നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഷെയ്ഡും കയറിയിട്ടുണ്ട്. റെഡൊക്കെ കയറിയിട്ടുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ്. ഇതിപ്പോൾ കണ്ട റെഡ് ഷെയ്ഡ് കുറവാണ്, പക്ഷേ പ്ലാന്റ് നല്ല സൈസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് പിങ്ക് അറോറയാണ്. ഇതിൽ കണ്ട നല്ല ലൈറ്റ് പിങ്കും ഗ്രീനും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇത് സീസണലല്ല, മീൻസ് അത്ര അങ്ങോട്ട് പുതിയ വെറൈറ്റി അല്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ഡാമേജ് അല്ലെങ്കിൽ പെട്ടെന്ന് പ്ലാന്റിന് ഡാമേജ് ഒന്നും വരില്ല. കണ്ടോ, അതുപോലെ ഒത്തിരി ലീഫൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരും. ഷൂട്ട്സ് ആയാലും നമുക്ക് ഒത്തിരി ഉണ്ടാവുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഫുൾ പോട്ട് റേറ്റ് വരുന്നത് 250 ആണ്, 250 രൂപ. ചിലതിൽ ഇതിൽ 3 ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ട നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു ഗ്രീനും അരുവശത്ത് കണ്ട ബോർഡറൊക്കെ നല്ല ലൈറ്റ് റോസ് വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് അവൈലബിൾ ആണ്. സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഒരു പോട്ടിലാണ് കേട്ടോ. 250 രൂപ. നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഗർഗാണ്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ സ്ക്വയർ പോട്ടിലാണ് വരുന്നത്. ഇത് നമ്മൾ വിത്ത് പോട്ടിടൊക്കെ അയക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ പോട്ടിൽ മാത്രം മതിയെങ്കിൽ ഒരു 6 പ്ലാന്റ് നമുക്ക് ഒരുമിച്ച് ഒറ്റ കൊറിയറിൽ അയക്കാൻ സാധിക്കും. ഞാൻ കണ്ട ബോർഡറിലൊക്കെ നല്ല റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 220 രൂപ. ഇതെല്ലാം പൂനെ വെറൈറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് വെറൈറ്റി ലക്കാച്ചിയാണ്. നല്ല ഷെയ്ഡ് കയറിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. വൈറ്റ് ലക്കാച്ചിയാണ്. ഒത്തിരി ലീഫൊക്കെയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. ലക്കാച്ചി റേറ്റ് വരുന്നത് 180 രൂപ, 180 ആണ് വരുന്നത്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തിയാണ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത്
റൂബി ബാത്തിക്കിൻ്റെ പ്ലാന്റ്. ഇത് റേറ്റ് വരുന്നത് 150 രൂപ, 150. നമ്മൾ സിംഗിൾ പ്ലാൻസ് ആയിട്ട് അയക്കും. അതുപോലെ തന്നെ കൂടുതൽ പ്ലാൻസ് നമ്മൾ അങ്ങനെയിലൂടെ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ബൾക്ക് ഓർഡറൊക്കെ ആണെങ്കിൽ KSRTC റെയിൽവേ പാർസൽ സർവീസ് അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് വൈറ്റ് അജ്മനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഷെയ്ഡൊക്കെ കയറിയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്, 150. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്ലാൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ബൈ.